തുളസി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വീടുകളുടെ മുന്നിൽ തുളസിക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പണ്ടത്തെ വീടുകളിലെല്ലാം പോയി കഴിഞ്ഞാൽ ഒരുവിധം തുളസിത്തറയും അല്ലെങ്കിൽ തുളസിയും ഒക്കെ വളരെ പാവനമായി ശ്രേഷ്ഠമായി സംരക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കേവലം ഭക്തിയുടെ കാര്യം കൊണ്ട് മാത്രമല്ല, നല്ല ഗംഭീരമായ ഔഷധം കൂടിയാണ് തുളസി. തുളസിയിലൂടെ സ്പർശിച്ചു വരുന്ന വായുവിന് ശരീരത്തിൻ്റെ അനവധി രോഗങ്ങളെ ഇല്ലാതാക്കാനുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീട്ടിലേക്ക് പൂമുഖ വാതിൽ തുറക്കുന്നതിന് നേരെ വീട്ടിനുള്ളിലേക്ക് പ്രസരിക്കുന്ന ആ വായു തുളസിയെ സ്പർശിച്ച് പെരയ്ക്കുള്ളിലേക്ക് വരണം. മനസ്സിലായില്ലേ? അത്രയും ഔഷധഭാവവും അതിനോടൊപ്പം ഈശ്വര ചിന്തയും ഒക്കെ ഉണർത്താൻ പറ്റുന്ന ആ ശ്രേഷ്ഠമായ നിലയിലായിരുന്നു തുളസിയുടെ സ്ഥാനം കൽപ്പിച്ചിരുന്നത്. ഇവിടെ തുളസി ചരിതം നമ്മുടെ ഭാഗവതത്തിലേക്ക് വരുന്നുണ്ട്. ആ തുളസി ചരിതത്തിലേക്ക് നമുക്ക് ഒന്ന് പ്രവേശിക്കാം. നമ്മൾ ഇന്നത്തെ തുളസി പൂജയുമൊക്കെ കൊണ്ട് ധന്യമായ സുദിനമാണ്. ഇവിടെ ധർമ്മധ്വജൻ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹത്തിന് മാലതി എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പത്നിയും ഇവർ അനവധി കാലം ഭഗവതിയെ വ്രതത്തോടുകൂടി അനുഷ്ഠിച്ചതിൻ്റെ ഫലമായി തുളസി എന്ന പേരോടുകൂടി ഒരു മകള് പിറന്നു. അതീവ സുന്ദരിയും ബുദ്ധിശാലിയും ഒക്കെയാണ് ഈ പെൺകുട്ടി. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് ധർമ്മധ്വജൻ പേര് നിശ്ചയിച്ചപ്പോൾ തുളസി എന്ന പേര് നിശ്ചയിച്ചു. ഇവിടെ തുളസി എന്ന പേരിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ഓരോ പേരുകൾക്ക് പോലും വളരെ കൃത്യമായ അർത്ഥങ്ങളും ആശയങ്ങളെയും കൽപ്പിച്ചിട്ടാണ് നമ്മുടെ ആചാര്യന്മാരൊക്കെ അതിനെ നമ്മളിലേക്ക് പകരാൻ സാധിക്കും. ഇവിടെ തുളസി എന്ന് പറഞ്ഞാൽ തുലനം ചെയ്യാൻ പറ്റാത്തത്. തുലനം ചെയ്യാന്ന് പറഞ്ഞാൽ പകരം വെക്കാൻ മറ്റേതെങ്കിലും ഒരു വസ്തു കൊണ്ട് തുളസിക്ക് പകരം വെക്കാൻ പറ്റില്ല. അത്ര ശ്രേഷ്ഠമായ സ്ഥാനമാണ് തുളസിക്കുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പോൾ തുളസിക്ക് പകരം ഇന്നത് വെക്കാം. ഇപ്പം നമ്മൾ പറയുകയാണ് 1 പവൻ സ്വർണം, അതിന് പകരം വെക്കാന്ന് വെച്ചാൽ 1 പവൻ സ്വർണത്തിൻ്റെ വില ഇപ്പുറത്ത് വെച്ചാൽ ആയില്ലേ? ഒരു വസ്തു അതിന് പകരം വേറൊരു വസ്തു വെച്ചാൽ പകരമാവും. പക്ഷേ ഇവിടെ തുളസിക്ക് പകരം മറ്റൊന്ന് വെക്കാൻ ഇല്ല. അപ്പം തുലനം ചെയ്യാനാകാത്ത അത്ര ശ്രേഷ്ഠമായ സ്ഥാനം അലങ്കരിക്കുന്നതാണ് ആര്? തുളസി. ഇവിടെ നമുക്ക് ദേവീ ഭാഗവതം വിട്ടിട്ട് തുളസിയുടെ മഹത്വത്തെ അറിയാൻ ഒരു കഥയിലേക്ക് പോയാൽ ഈ തുലനം ചെയ്യുന്ന സങ്കല്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് സത്യഭാമ വന്നിട്ട് പറഞ്ഞു, ഭഗവാനെ അങ്ങേ ഒന്ന് തുലാഭാരം തൂക്കിയാൽ കൊള്ളാമെന്ന് എനിക്കൊരു മോഹം. മനസ്സിലായില്ലേ? ഭഗവാനെ ഒന്ന് അളന്നാൽ കൊള്ളാം. ഭർത്താവിനെ അളക്കുക എന്ന് പറയുന്നത് ഭാര്യമാർക്കൊരു ഇഷ്ടം. എന്താ കാര്യം? നിങ്ങളെ അളക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് എന്നൊന്ന് ബോധ്യപ്പെടുത്തിയാൽ വലിയ കുരുത്തക്കേടില്ലാതെ അടങ്ങി ഒതുങ്ങി കൂടെ നിന്നോളും. മനസ്സിലായില്ലേ? ഇത് പണ്ട് കാലത്തും ഉണ്ടായിരുന്നു. എപ്പോഴാ അഹങ്കാരമായ ഭാര്യമാരാണ് ഭർത്താവിനെ അളക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലായില്ലേ? ചില സമയത്ത് ഭർത്താവിനെ അളന്നേ പറ്റൂ, അത് വേറൊരു കാര്യം, അത് പോട്ടെ. പക്ഷെ എന്നാലും ഇവിടെ സത്യഭാമ ഇതിന് തയ്യാറായി. കൃഷ്ണഭക്തിമാർ സത്യഭാമയ്ക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, വലിയ സമ്പന്നതയിൽ നിന്നാണ് ആര് വരുന്നത്? സത്യഭാമ വരുന്നത്. എന്താ സമ്പന്നത? സത്രാജിത്ത് എന്ന് പറയുന്ന ആളിൻ്റെ മകളാണ് അല്ലേ? ഒരു വലിയ രത്നം കൊണ്ട്, സമന്തകം എന്ന് പറയുന്നൊരു വലിയ രത്നം കൊണ്ട് ദിനം പ്രതി കിലോ കണക്കിന് സ്വർണം കിട്ടിയിരുന്ന വീട്ടിൽ നിന്നാണ്. ആ സ്വർണം കിട്ടുന്നതിൻ്റെ ആർത്തി കൊണ്ട് ഭഗവാന്റെ വാക്കുകളെ പോലും അവഗണിച്ച അഹങ്കാരം പ്രകടമാക്കിയ സത്രാജിത്തിൻ്റെ മകളാണ്. അപ്പോൾ അച്ഛൻ്റെ ചെറിയ ഗുണമൊക്കെ ആർക്കും ഉണ്ടാവും? മകൾക്കും ഉണ്ടാവും. അത്യാവശ്യം ആ ഡമ്പൊക്കെ കാണിക്കാം, മറ്റുള്ള ഭഗ്നിമാരുടെ മുമ്പിൽ തൻ്റെ ഡമ്പൊന്ന് കാണിക്കാം, താനാണ് അത്ര കേമി എന്നൊക്കെ ഒന്ന് കാണിച്ചാൽ കൊള്ളാമെന്ന് ആർക്ക് തോന്നി? സത്യഭാമയ്ക്ക് തോന്നി. അപ്പോൾ സത്യഭാമ എന്ത് ചെയ്തു? ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അങ്ങേ ഒന്ന് തുലാഭാരം തൂക്കിയാൽ കൊള്ളാം. ഭഗവാനാകട്ടെ കുഴപ്പമൊന്നുമില്ല, പ്രത്യേകിച്ചും ഈ സ്നേഹിക്കപ്പെടുന്നവർ എന്ത് കാര്യം പറഞ്ഞാലും അതിനെല്ലാം ആര് തലകുലുക്കി കൊടുക്കും? ഭഗവാൻ തലകുലുക്കി കൊടുക്കും പ്രത്യക്ഷത്തിൽ. പക്ഷേ തല കുലുക്കി കൊടുക്കുന്നുള്ള പരാജയം വരുന്നത് ഭഗവാനോട് കളിക്കുന്നവർക്ക്. നല്ല മനസ്സോടുകൂടിയാണെങ്കിൽ ഭഗവാൻ വിജയിപ്പിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? പരാജയപ്പെടുത്തുകയും ചെയ്യും. ഇത് കൃഷ്ണഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഭഗവാൻ കൃത്യമായിട്ട് വന്ന് തുലാഭാരമൊക്കെ തൂക്കാന്ന് ചെയ്ത സമയത്ത് കെട്ടിയ ത്രാസിനകത്ത് വന്നൊരു തട്ടി കയറി ഇരുന്നു. സത്യഭാമ മറുതട്ടിനകത്ത് കൊണ്ടുവന്ന സ്ത്രീധനമായിട്ട് കിട്ടിയ മുഴുവൻ സ്വർണവും ഇല്ലേ, ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടിയതിനേക്കാൾ കൂടുതൽ സ്ത്രീധനമൊക്കെ തനിക്ക് കിട്ടി. അതിൻ്റെ തൂക്കം കൂടി മറ്റുള്ളവരെ കാണിക്കാനാണ് സത്യഭാമ ശ്രമിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളൊക്കെ വെറുതെ വന്നവരാണ്, ഞാനാണ് ഏറ്റവും കൂടുതൽ സമ്പത്തൊക്കെ ആയിട്ട് വന്നത് എന്നാൽ കൂടെ കാണിക്കാനൊരു അവസരം വേണ്ടേ?
കാരണം മറ്റ് കൃഷ്ണഭക്തിമാരൊന്നും സമ്പത്തിനെയൊന്നും മോഹിക്കുന്നവരൊന്നുമല്ല. അതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്കൊന്നും സത്യഭാമയെ നിൻ്റെ കയ്യിൽ എത്ര ആഭരണം ഉണ്ടെന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ സത്യഭാമയ്ക്ക് ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പുറമെ എല്ലാവരെയും ഒന്ന് കാണിച്ചേ പറ്റത്തുള്ളൂ. ചില ആൾക്കാരങ്ങനെയല്ലേ, നമുക്ക് കയ്യിലുള്ളതൊക്കെ മറ്റുള്ളവനെ കാണിക്കാൻ വേണ്ടി എങ്കിലും അല്ലേ, പറഞ്ഞ ആശയം മനസ്സിലായില്ലേ? കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മളെടുത്ത് ഇതൊക്കെ ഒന്ന് പ്രകടമാക്കാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് സത്യഭാമ എത്തി. സത്യഭാമ ഭഗവാനെ കൊണ്ട് ത്രാസിലിരുത്തി, മറുഭാഗത്ത് സത്യഭാമ ഇങ്ങനെ സ്വർണ്ണ ആഭരണങ്ങളും പണവും രത്നങ്ങളും ഒക്കെ കൊണ്ടിങ്ങനെ വെച്ചു. ഒരു മനുഷ്യനെ തൂക്കുന്നതിനേക്കാൾ കൂടുതൽ സാധനം വെച്ചു. മനസ്സിലായില്ലേ? സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ്റെ ശരീരഭാരത്തിൻ്റെ അളവ് വെച്ച് നോക്കിയാൽ അതിൻ്റെ 10 ഇരട്ടി ഭാരത്തിനുള്ള സാധനവും അപ്പുറത്ത് വെച്ചു. പക്ഷേ എന്നിട്ടും ഭഗവാൻ ഇരുന്ന തട്ടങ്ങോട്ട് പൊങ്ങുന്നില്ല. ഇത് ഭഗവാന്റെ ഒരു ലീലയാണ്. ആ തട്ട് പൊങ്ങിയില്ല. കാരണം എന്താ? ഈ തട്ട് പൊങ്ങിയ സത്യഭാമയ്ക്ക് ഒരു അഹങ്കാരം വർദ്ധിക്കത്തേ ഉള്ളൂ. അപ്പോൾ സത്യഭാമയുടെ അഹങ്കാരത്തെ ഒന്ന് കുറയ്ക്കുകയും വേണം. മനസ്സിലായില്ലേ? അതിനും കൂടാണ് ഭഗവാൻ സമ്മതിച്ചത്. അപ്പോൾ തട്ട് പൊങ്ങാതെ വന്നപ്പോഴത്തേക്ക് ഈ തുലാഭാരം തൂക്കുമ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ തുലാഭാരമൊക്കെ തൂക്കാൻ പോകുമ്പോൾ വീട്ടിലുള്ള പഴയ ആൾക്കാർ അനുഭവസ്ഥരായിട്ട് പറയും, കൃത്യമായ തൂക്കത്തിനുള്ള സാധനമല്ല കൊണ്ടുപോകുന്നത്, കൂടുതൽ കൊണ്ടുപോകണം. ഒരിക്കലും തുലാഭാരം തൂക്കുന്ന സമയത്ത് കുറവ് വരാൻ പാടില്ല. അതുപോലെയാണ് പറയിടാൻ പോകുമ്പോഴും പറ നിറയാതിരിക്കാൻ പാടില്ല. മനസ്സിലല്ലേ? കുറേ കൂടുതൽ, കാരണം കവിഞ്ഞു പോകുക. മനസ്സിലായില്ലേ? നമ്മൾ പറയിടുമ്പോൾ അങ്ങനല്ലേ, കവിഞ്ഞു പോകണമെന്നാണ് അല്ലേ? അതിനകത്ത് ഇട്ട് കറക്റ്റ് അളവിനാണോ? കൂടുതൽ വാരി ഇട്ട് അത് കവിഞ്ഞു പോകണം. എന്താ കാരണം? ഭഗവാനോട് കൊടുക്കുമ്പോൾ പരിധിയില്ലാതെ, മനസ്സിലായില്ലേ, അളന്ന് കൊടുക്കുകയല്ല ഭഗവാന്. എങ്ങനെ കൊടുക്കണം? പരിധിയില്ലാതെ അളക്കാതെ കൊടുക്കണം. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഒരു കടയിൽ കൊണ്ടുവന്ന് പറയിൽ വെച്ച് നമ്മൾ അരി അളന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇത് കണക്ക് വാരിയിട്ട് കൊടുക്കുമോ? നമ്മൾ അളന്ന് കൊടുക്കും. മനസ്സിലായില്ലേ? അവിടെയൊക്കെ നമ്മൾ പറയുന്നതിന് അളവ് പാത്രമാണ്, അളന്ന് കൊടുക്കും. പക്ഷെ ഭഗവാന് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കും? അളവില്ലാതെ കൊടുക്കുക. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. അതുകൊണ്ടാണ് അത് നിറഞ്ഞ് കവിഞ്ഞ് ഇല്ലേ, ആൾക്കാർ പറഞ്ഞില്ലേ കുറച്ചുകൂടെ വാരിയിടും, അത് എന്താ തികട്ടി 2 വശത്തേക്കൊക്കെ വീഴണം എന്ന് പറയുന്നത് നമുക്ക്. അതിനൊക്കെയാണ് തുലാഭാരം തൂക്കുമ്പോഴും യഥാർത്ഥത്തിലുള്ള ഭാരത്തേക്കാൾ കൂടുതൽ വസ്തു ഓപ്പോസിറ്റ് വരണം. എങ്കിൽ ആ തട്ട് നല്ലതുപോലെ ഉയരണം. എത്രത്തോളം ഉയരുന്നോ അത്രത്തോളം ഉയരണം എന്നുള്ളതാണ് അവിടുത്തെ ഒരു സങ്കല്പം. ഇവിടെ ആകട്ടെ ഉയരുന്നത് പോയിട്ട് അനങ്ങിയിട്ട് പോലുമില്ല ഭഗവാനിരിക്കുന്ന തട്ട്. സത്യഭാമയ്ക്ക് അഹങ്കാരമൊക്കെ തീർന്നു. തൻ്റെ കയ്യിലിരിക്കുന്ന സമ്പത്തൊക്കെ കൊണ്ട്, തൻ്റെ അളവ് പോലെ കൊണ്ട് കൃഷ്ണനെ അളക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നേരെ ഓടി. എവിടേക്കാണ് ഓടിയേ? നേരെ രുക്മിണിയുടെ അടുത്ത് ചെന്നു, ജ്യേഷ്ഠത്തി അടുത്ത് ചെന്നു. മനസ്സിലായില്ലേ? രുക്മിണിയേക്കാൾ വലുതാണെന്ന സ്ഥാനം ഉറപ്പിക്കാനാണ് ഈ പണിക്ക് പോയത്. അതുകൊണ്ടാണ് രുക്മിണിയുടെ മുമ്പിൽ തന്നെ ആര് ചെല്ലേണ്ടി വന്നത്? സത്യഭാമ ചെല്ലേണ്ടി വന്നത്. സത്യഭാമ അവിടെ ചെന്നു. രുക്മിണിയാകട്ടെ തൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് കൃഷ്ണനാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? തൻ്റെ ഏറ്റവും വലിയ, കാരണം ഒരു ശരിയായ ഭാര്യയുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവാണ്. ആ ഭർത്താവിനുള്ള സ്നേഹവും ബഹുമാനമൊക്കെ അതിൽ നിന്നുണ്ടാവുന്നത്. അപ്പോൾ അതാണ് രുക്മിണി കാണുന്നത്. ഇവിടെയാണ് സത്യഭാമ താനും കൊണ്ടുവന്ന പണം കൊണ്ട് ഭർത്താവിനേക്കാൾ ഇല്ലേ ആ സമ്പത്താണ് തനിക്ക് വലുതെന്ന് കാട്ടിയപ്പോഴാണ് ഈ അവസ്ഥ. നേരെ രുക്മിണി എടുത്ത് ചെന്നു. രുക്മിണിയാകട്ടെ ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഭഗവാന്റെ ലീലയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് രുക്മിണി. ഒരർത്ഥത്തിൽ രുക്മിണി നേരെ വന്ന് എന്ത് ചെയ്തു? വച്ചിരുന്നതെല്ലാം മാറ്റിയിട്ട് അവിടെ പ്രാർത്ഥനയോടെ ഒരു തുളസിക്കതിരി കൊണ്ടുവന്ന് എവിടെ വെച്ചു? ആ തട്ടിലേക്ക് വെച്ച സമയത്ത് ഭഗവാൻ ഒന്ന് പിഞ്ചിരിച്ചു. കാരണം എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് ആരാ? രുക്മിണി മാത്രമോ? ഭക്തി കൊണ്ടല്ലാതെ തന്നെ, മനസ്സിലായില്ലേ? ഭക്തി കൊണ്ടല്ലാതെ ഒരിക്കലും അഹങ്കാരം പിടിച്ച മനസ്സുകൊണ്ട് എത്ര വലിയ സമ്പത്ത് വെച്ചാലും എന്നെ അളക്കാനോ വിലയ്ക്ക് വാങ്ങാനോ അങ്ങനെ പറ്റുമോ ഭഗവാനെ? പറ്റില്ല. നമ്മൾ കൊടുക്കുന്ന ചെറിയൊരു പുഷ്പമാണെങ്കിലും നിറഞ്ഞ മനസ്സോടുകൂടി അത് കൊടുക്കുന്നതെങ്കിൽ അത് ആര് സ്വീകരിക്കും? പൂർണ്ണമായും ഈശ്വരൻ സ്വീകരിക്കും. വളരെ കൃത്യമാണ്. തുലനം ചെയ്യാൻ പറ്റാത്ത തുളസി എന്ന് പറഞ്ഞൊരു അർത്ഥം മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാനെ പോലും ഉയർത്താൻ സാധിക്കുന്ന മഹത്വപൂർണമായൊരു സ്ഥാനം ആർക്കുണ്ട്? തുളസിക്കുണ്ട്. ആ തുളസിക്കെന്ന് വെച്ചാൽ ആ ഭക്തിയും കൂടെ ചേരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെയും ഈ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു പേര് കൊടുത്തു, ധർമ്മധ്വജൻ. എന്താ പേര് കൊടുത്തത്? തുളസി എന്ന് പേര് കൊടുത്തു. ഈ പെൺകുട്ടിയാകട്ടെ വളരെ ശാന്തമായി ഭഗവത് ചിന്തയോടുകൂടിയൊക്കെ ഇങ്ങനെ നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. വീട്ടുകാർ വിവാഹകാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. ഈ വിവാഹകാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോഴൊന്നും ഈ പെൺകുട്ടിക്ക് വിവാഹത്തെക്കുറിച്ചിട്ടൊന്നും വലിയ മോഹമില്ല. തപസ് ചെയ്യണമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം സാധാരണഗതിയിൽ വിവാഹമൊക്കെ ആവേണ്ട പ്രായത്തിലൊരു പെൺകുട്ടി എനിക്ക് തപസ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് വിഷമാവില്ലേ?
ഇവർ ഈ വിഷമങ്ങളൊക്കെ പറഞ്ഞു. എന്നാലും നിർബന്ധത്തോടു കൂടി തപസ് ചെയ്യാൻ പോയി. ആ തപസ് ചെയ്യാൻ പോകുന്ന വേളയിൽ അവിടെ ബ്രഹ്മദേവനെയാണ് തപസ് ചെയ്തത്. ബ്രഹ്മദേവനെ തപസ് ചെയ്തു. ആ ബ്രഹ്മദേവനെ തപസ് ചെയ്ത സമയത്ത് ബ്രഹ്മദേവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ബ്രഹ്മദേവൻ പറഞ്ഞു, പൂർവ്വജന്മത്തിൽ വളരെ ശ്രേഷ്ഠമായ സ്ഥാനത്തുണ്ടായിരുന്ന ആളാണെന്നും സാക്ഷാൽ ശ്രീകൃഷ്ണനെ ഭർത്താവായി വേണമെന്ന മോഹത്തോടുകൂടി ജീവിച്ചിരുന്ന, മനസ്സിലല്ലേ, വൃന്ദാവനത്തിൽ നിലനിന്നിരുന്ന ഒരു തുളസി ചെടി ആയിരുന്നു എന്നുമൊക്കെ ആരുണർത്തിച്ചു? ബ്രഹ്മദേവൻ ഉണർത്തിച്ചു. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ആ കൃഷ്ണനെ തന്നെ തനിക്ക് ഭർത്താവായി ലഭിക്കണമെന്ന് ബ്രഹ്മദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ബ്രഹ്മദേവൻ കാലാന്തരത്തിൽ അത് സംഭവിക്കുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. വിഷ്ണുവിലേക്ക് വന്ന് ചേരും എന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ ഈ പെൺകുട്ടി തിരിച്ചു വന്നു. തിരിച്ചു വരുന്നതോടെ ബ്രഹ്മദേവൻ്റെ അനുഗ്രഹത്തിൻ്റെ തുടർച്ചയായി കാമദേവൻ്റെ കാമശരങ്ങളും ആ മനസ്സിൽ പതിച്ചു. അതോടുകൂടി വിവാഹം കഴിക്കണമെന്ന് സന്തോഷം. അച്ഛനും അമ്മയ്ക്കും തോന്നി. തപസ് ചെയ്യാൻ പോയപ്പോൾ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് പോയവൾ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണം? എനിക്ക് കല്യാണം എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്ന കണക്കായി മാറി. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള വരന്മാരെയൊക്കെ ആലോചിച്ചു. പക്ഷെ അതിനകത്തൊന്നും ആർക്ക് താല്പര്യമില്ല. തുളസിക്ക് താല്പര്യം വന്നില്ല. വീണ്ടും കുറേ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ കല്യാണം കഴിക്കണം എന്നുള്ള മോഹത്തെയൊക്കെ വീണ്ടും ഉപേക്ഷിച്ചിട്ട് പറഞ്ഞു, ഞാൻ വീണ്ടും തപസ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ബദരിയാശ്രമത്തിലേക്ക് തപസ് ചെയ്യാൻ വേണ്ടി പോയി. നരനാരായണ ഋഷിമാരുടെ സാന്നിധ്യമുള്ള ബദരിയിലേക്ക് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അവിടെ തപസ് ചെയ്യുന്ന സമയത്ത് അവിടെ മറ്റൊരു യുവാവ് തപസ് ചെയ്യാൻ വേണ്ടി വന്നു ചേർന്നു. ശംഖചൂഡൻ എന്ന് പറയുന്ന ഒരു അസുരനാണ്. പക്ഷെ കാണാൻ അതീവ സുന്ദരം. നമ്മൾ ഈ അസുരന്മാരെന്ന് പറയുമ്പോൾ ഈ അസുരന്മാരൊക്കെ ഈ വികൃത രൂപികളാണെന്ന് വിചാരിക്കും. ഈ ചിത്രം വരയ്ക്കുന്നവർ ഈ ദേവന്മാർക്ക് നല്ല രൂപം കൊടുത്ത് അസുരന്മാർ ഇച്ചിരി കുഴപ്പക്കാരാന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ 2 തേറ്റയൊക്കെ വരച്ച് ഇവിടെ 2 കൊമ്പൊക്കെ വരച്ച് ഒക്കെ കാണിച്ചെന്നുള്ളൂ. അസുരന്മാരൊക്കെ വളരെ സുന്ദരന്മാരാണ് കേട്ടോ. ദേവന്മാരോടൊപ്പത്തിനൊപ്പം അസുരന്മാർക്ക് ആകെ ഒരു കുഴപ്പം മനസ്സ് ശരിയല്ലെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? കാണാൻ ദേവന്മാരെക്കാൾ സൗന്ദര്യമുള്ളവരാണ് അസുരന്മാർ. വളരെ സുന്ദരന്മാരാണ്. പക്ഷെ മനസ്സ് ശരിയല്ല. അപ്പം പുറമേ എത്ര സുന്ദരമാണെങ്കിലും ഉള്ളു ശരിയല്ലെങ്കിൽ കുഴപ്പമാണ്. ജീവിക്കാൻ പറ്റുമോ? ഉൾക്കൊള്ളാൻ പറ്റില്ല. അതാണ് അസുരന്മാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പുറമേ ഉള്ള രൂപത്തെ അല്ല, ആന്തരികമായ രൂപത്തിലാണ് ദേവത്വവും ആസുരികതയൊക്കെ അളക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഈ അസുരനെ കണ്ടു. എന്തോ മനസ്സിൽ ഈ അസുരനോട് ഒരടുപ്പം തോന്നാൻ തുടങ്ങി. അയാളെ സൗന്ദര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. രാജകുമാരിയാണ്. ഇവിടെ വന്ന് തപസ് ചെയ്യാൻ വന്നപ്പോഴാണ് ഇവിടെ വന്ന് ഈ അസുരനെ മനസ്സ് കണ്ടപ്പോൾ ഒരു മോഹം തോന്നി. അസുരനും ആരെ ശ്രദ്ധിച്ചു? ഈ പെൺകുട്ടിയെ ശ്രദ്ധിച്ചു. ഈ പെൺകുട്ടിയോട് അസുരൻ ചോദിച്ചു, അല്ല, ഈ ഒരു ചെറുപ്രായത്തിൽ ഈ കഠിനമായ തപസ്സൊക്കെ ഇറങ്ങി ചെയ്യാനായി പുറപ്പെട്ട എന്താണ് കാരണം എന്ന് ചോദിച്ചു. കാരണം അസുരന്മാരെ സംബന്ധിച്ചുള്ള ഒരു ലക്ഷ്യമുണ്ട്. എന്താ? എല്ലാം നേടാൻ വേണ്ടി എന്നൊരു ലക്ഷ്യമുണ്ട് അവർക്ക്. ലോകത്തിലുള്ള എല്ലാം എൻ്റെ കയ്യിലായിരിക്കണം എന്നൊരു ആഗ്രഹം ആർക്കുണ്ട്? അസുരന്മാർക്കുണ്ട്. അത്യാഗ്രഹം കൊണ്ടുള്ളവരാണ് അസുരൻ എന്ന് പറയുന്നത്. നമ്മളും അത്യാഗ്രഹം നോക്കുമ്പോൾ നമ്മൾ ആരായി മാറും? അസുരന്മാരായി മാറും. അപ്പോൾ അത് നേടാൻ വേണ്ടി നമ്മൾ ഏത് അധർമ്മവും നമ്മൾ ചെയ്യത്തില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അത്യാഗ്രഹങ്ങളൊക്കെ തീർന്ന് ഉള്ള ആഗ്രഹങ്ങൾ പോലും വേണ്ടാന്ന് ഉപേക്ഷിച്ചാൽ പിന്നെ നമ്മൾ ആരെങ്കിലും ദ്രോഹിക്കാൻ പോകുമോ? മനസ്സിലായില്ലേ? നമ്മൾ ശാന്തമായി എവിടെയെങ്കിലും ഇരുന്ന് അല്ലേ, അന്നേരം നമുക്ക് ആരെ നോക്കി വേണമെങ്കിലും പുഞ്ചിരിക്കാൻ തോന്നും, ആരോട് സ്നേഹത്തോടെ ഇടപഴകാൻ തോന്നും. എന്താ കാരണം? നമുക്ക് ആരുടെയും കയ്യിൽ നിന്നൊന്നും പിടിച്ചു വാങ്ങാൻ ഇല്ല. അപ്പോൾ ഇവിടെ അസുരന്മാർ സംബന്ധിച്ചുള്ള ഈ ആഗ്രഹം, അതുകൊണ്ടാണ് ശംഖചൂഡൻ തപസ് ചെയ്യാൻ വരുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു പെൺകുട്ടി എന്തിനു വേണ്ടിയാണ് തപസ് ചെയ്യാൻ വരുന്നത് എന്നൊക്കെ ചോദിച്ചു. നീ ആരാണെന്നൊക്കെ ചോദിച്ചു. ഈ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ധർമ്മധ്വജൻ എന്ന് പറയുന്ന രാജാവിൻ്റെ പുത്രിയാണ്. അത് തപസ് ചെയ്യാൻ വരുന്നത് ഞാൻ കൃഷ്ണനെ വരനായി ലഭിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ തപസ് ചെയ്യാൻ വരുന്നത്. എനിക്ക് ഭർത്താവായിട്ട് ആരെ ലഭിക്കണം? കൃഷ്ണനെ ലഭിക്കണം എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അങ്ങ് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ ശംഖചൂഡനാണ്, ഞാനൊരു ഗന്ധർവ അസുരനാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവരവിടെ തപസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഇടയിൽ കൃഷ്ണനെ കാലങ്ങളേറെയായി കൃഷ്ണൻ ലഭിക്കുന്നതുമില്ല. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ശംഖചൂഡൻ പറഞ്ഞു, നമ്മൾ 2 പേരും കൃഷ്ണഭക്തരാണ്. മനസ്സിലായില്ലേ? ശംഖചൂഡൻ കൃഷ്ണഭക്തനാണ് ഒരർത്ഥത്തിൽ. ഈ ശംഖചൂഡൻ ഒരു ശാപം നിമിത്തം വന്ന അസുരനായി വന്ന ആളാണ്. കൃഷ്ണൻ്റെ സുഹൃത്തായിരുന്ന സുധാമ എന്ന് പറയപ്പെടുന്ന വ്യക്തിയായിരുന്നു ശംഖചൂഡൻ. അവിടെ വെച്ച് രാധാദേവി ഒരിക്കൽ ആരെ ശകാരിച്ചു? സുധാമാവിനെ ശകാരിച്ചു. കാരണം ഇടയ്ക്കിടയ്ക്ക് രാധ വന്ന് കൃഷ്ണനെ നിയന്ത്രിക്കും. അങ്ങനെ കൃഷ്ണനെ വന്ന് രാധ നിയന്ത്രിക്കുന്ന ഏറ്റവും അടുത്ത സുഹൃത്തായ സുധാമാവിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്തു? രാധയോട് വഴക്കുണ്ടാക്കി. രാധ ഒരു കാര്യം 2 തവണ പറഞ്ഞാൽ അത് ഫലിക്കും എന്നൊരു വരം രാധയ്ക്കുണ്ട്.
രാധ പലതവണ ശങ്കുചൂടനോട് പറഞ്ഞ് അടങ്ങിയിരിക്കുക, ഈ സുധാമാവിനോട് പറഞ്ഞ് അടങ്ങിയിരി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടലെന്ന് പറയും. അപ്പോൾ എന്താ നിങ്ങളുടെ കാര്യം കൃഷ്ണൻ എനിക്കും വേണ്ടപ്പെട്ടതാണെന്നും പറഞ്ഞുള്ള അവകാശം ആര് പറയും? സുധാമ പറഞ്ഞു. സുധാമ നേരെ കയറി രാധയോട് പറഞ്ഞു, നിന്നെ അടക്കി നിർത്താത്തതിൻ്റെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞ് രാധയോട് ചൂടായി. രാധ പറഞ്ഞു, നീ അസുരനായി പോട്ടെ എന്ന് 2 തവണ പറഞ്ഞു. പക്ഷേ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് രാധയ്ക്ക് ഓർത്തത്, അയ്യോ പറയേണ്ടിയിരുന്നില്ല, കാരണം എന്താ, കൃഷ്ണൻ്റെ സുഹൃത്താണ്. പക്ഷെ പറഞ്ഞു പോയി. അതിൻ്റെ ഫലമായിട്ടാണ് ഈ സുധാമ ആരായിട്ട് മാറുന്നത്? ശംഖുചൂടനായി, അസുരനായി വരുന്നത്. അപ്പോൾ ഭഗവാന്റെ ഒരു ഭക്തനാണ് അല്ലെങ്കിൽ ഭഗവാന്റെ സുഹൃത്താണ് എന്ന ഭാവത്തിൽ കൃഷ്ണൻ്റെ ചൈതന്യം ആരിലുണ്ട്? ശംഖുചൂടനുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ ഏത് ഭഗവാനെയാണോ നമ്മൾ ആരാധിക്കുന്നത്, ഏത് മൂർത്തിയോടാണ് നമ്മൾ താതാത്മ്യപ്പെടുന്നത്, ആ ഭഗവാന്റെ സ്വരൂപം നമ്മളിൽ തന്നെ നിറയും, നമ്മളിൽ വന്ന് ചേരും. അതുകൊണ്ടാണ് ഇവിടെ ശംഖുചൂടൻ്റെ ഉള്ളിലും ആരുടെ രൂപമുണ്ട്? ഭഗവാന്റെ ആ ചൈതന്യം വന്ന് നിൽപ്പുണ്ട്. ഇവിടെ മറുഭാഗത്ത് ഈ തുളസിയിലും അതുണ്ട്. അതുമാണ് ഇവർ തമ്മിലുള്ള ഒരു അടുപ്പത്തിന് കാരണമായി മാറുന്നത്. അങ്ങനെയായി അവസാനം ശംഖുചൂടൻ ചോദിച്ചു, ഞാനിങ്ങനെ ശാപം നിമിത്തം വന്നതാണ്, ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ തുളസി ചിന്തിച്ചു, എന്തായാലും കൃഷ്ണനെ ഈ ജന്മത്തിൽ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി കൃഷ്ണനെ കിട്ടിയില്ലെങ്കിൽ കൃഷ്ണൻ്റെ സുഹൃത്തിനെങ്കിലും ആയിക്കോട്ടെ, ഇല്ലേ? ആ ഒരു തരത്തിൽ കൃഷ്ണനുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ, ആ ബന്ധത്തിലെങ്കിലും, ഇല്ലേ? നമ്മൾ ചില പറഞ്ഞില്ലേ, മോഹൻലാലിനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, മോഹൻലാലിൻ്റെ കണക്കിരിക്കുന്ന ഒരാളിനെ, അല്ലെങ്കിൽ ഇന്ന ആളിനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇന്ന ആളിൻ്റെ, ഇല്ലേ, അതിനോടനുസരിച്ചിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഒരു സാമ്യം നോക്കി ആരെ കല്യാണം കഴിച്ചു? ശംഖുചൂടനെ വിവാഹം കഴിച്ചു. ഇപ്പോൾ ഇവിടെ തുളസിയെ ശംഖുചൂടനെ വിവാഹം കഴിച്ചു. ഈ തുളസിക്ക് വലിയ ഒരു വരം കൂടി ബ്രഹ്മാവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് പാതിവൃത്യത്തിൻ്റെ പരിശുദ്ധി ഉള്ളവളായിരിക്കും തുളസി. അങ്ങനൊരു വരം കൂടി തുളസിക്ക് ഉണ്ട്. അപ്പോൾ ഇത്തരപ്രകാരമുള്ള ഈ വരമൊക്കെ നേടിയ തുളസിയും കൂടി ലഭിച്ചപ്പോൾ ശംഖുചൂടൻ്റെ ആ ഭൗതികമായ ഐശ്വര്യം കൂടി ഈ ശംഖുചൂടനാകട്ടെ ദേവലോകമൊക്കെ പിടിച്ചെടുത്തു. സർവ്വ ലോകത്തിൻ്റെ അധിപനായി വളരെ സുന്ദരിയായ തുളസിയോടൊപ്പം ത്രൈലോകാധിപതിയായി അങ്ങനെ വാഴുകയാണ്. ദേവന്മാരെല്ലാം ഇതിന് പരിഹാരം കാണാൻ തങ്ങളുടെ ദേവലോകമൊക്കെ നഷ്ടപ്പെട്ടു. ദേവന്മാരെല്ലാവരും കൂടി ഇവിടെ ശംഖുചൂടൻ വിഷ്ണുവിൻ്റെ സുഹൃത്താണ്, ഭക്തനാണ് എങ്കിലും ഇപ്പം നിൽക്കുന്ന അവസ്ഥ ഏതാ? അസുരഭാവമാണ്, അല്ലേ? അസുരഭാവം ആയതുകൊണ്ട് എന്ത് കർമ്മമേ ചെയ്യത്തുള്ളൂ? ആസുരിക കർമ്മങ്ങളെ ചെയ്യുള്ളൂ, നല്ല കർമ്മങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ ആ ആസുരിക കർമ്മങ്ങൾ കൊണ്ടുള്ള ഈ ദുഃഖം സജ്ജനങ്ങൾക്കുണ്ടാവുന്നത് കൊണ്ട് ദേവന്മാരെല്ലാവരും കൂടി ഇതിന് പരിഹാരം കാണാൻ വേണ്ടി എവിടെ എത്തി? വിഷ്ണുവിൻ്റെ അടുത്തെത്തി. ബ്രഹ്മാവിൻ്റെ അടുത്ത് ബ്രഹ്മാവ് പറഞ്ഞു, എന്നേക്കാൾ കൂടുതൽ ഇതിന് പറയാൻ പറ്റുന്നത് വിഷ്ണുവാണ്. കാരണം എന്താ? വിഷ്ണുവായിട്ടാണല്ലോ ഒരു കണക്ഷൻ ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളത്. വിഷ്ണുവിൻ്റെ അടുത്ത് വിഷ്ണു പറഞ്ഞു, ഈ കാര്യത്തിൽ എന്നെ നിങ്ങൾ ആശ്രയിക്കരുത്, വേറെ ഏത് കാര്യത്തിൽ നിങ്ങൾ എന്നെ ആശ്രയിച്ചാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതാരങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ പ്രശ്നം? ഇവർ രണ്ടുപേരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ തനിക്ക് പ്രിയപ്പെട്ടവർക്കെതിരെ പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞ് അവർക്കെതിരെ നിൽക്കാൻ ഞാൻ ഒരുക്കമല്ല. അതുകൊണ്ട് കാരണം ഭഗവാനെ സംബന്ധിച്ചുള്ള ഒരു വലിയ പ്രത്യേകത, ഈ കൃഷ്ണസ്വരൂപത്തിനെ സംബന്ധിച്ചൊരു വലിയ പ്രത്യേകത പറഞ്ഞ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് ഭാഗവതത്തിലൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. ഭക്തന് ലോകത്താകെ ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതെന്തായിരുന്നു? ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തിൽ വളരെ കൃത്യമായിട്ട് അത് പ്രകടമാക്കുന്നു. ഭഗവാൻ ആകെ ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ എന്താ? ഭഗവാനും വീക്ക്നെസ്സോ? അങ്ങനെ ചിന്തിക്കണ്ട കേട്ടോ. ആ വീക്ക്നെസ് അല്ല, നിങ്ങൾ ഉദ്ദേശിച്ച വീക്ക്നെസ് അല്ല ഇവിടെ പറഞ്ഞത്. അതായത് ഭഗവാന്റെ ഒരു ദൗർബല്യം എന്ന് പറയപ്പെടുന്ന ഭക്തനാണ്. മനസ്സിലായില്ലേ? ഭക്തൻ്റെ മുമ്പിൽ ഭഗവാന് പിടിച്ചേക്കാൻ പറ്റില്ല. കാരണം ഭക്തൻ എവിടെ ഇരുന്ന് വിളിച്ചോ അവിടേക്ക് ഓടിച്ചെല്ലും. മനസ്സിലായോ? ഭക്തൻ്റെ മുമ്പിൽ ഇനി ഏത് തരത്തിൽ വേണമെങ്കിലും ഭഗവാൻ സേവകനായി മാറും, വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് കൃഷ്ണ ഭഗവാന്റെ ചരിതം പറയും, ഭഗവാൻ ജനിച്ച നിമിഷം തൊട്ട് കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ രണാങ്കണത്തിൽ നിൽക്കുമ്പം പോലും ഭഗവാന്റെ കണ്ണ് നിറഞ്ഞിട്ടില്ല. സ്വന്തം മക്കൾ യുദ്ധക്കളത്തിൽ അടരാടി, ഇല്ലേ, തമ്മിലടിച്ച് മരിക്കുമ്പം പോലും ഭഗവാന്റെ കണ്ണ് നിറഞ്ഞിട്ടില്ല. പക്ഷേ ഭഗവാന്റെ കണ്ണ് നിറഞ്ഞതായി ഒരിക്കൽ മാത്രം ഒരു തരത്തിൽ പറയപ്പെടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ കുചേലൻ അടുത്ത് വരുമ്പോഴാണ്. മനസ്സിലായില്ലേ? കണ്ണെന്നറിയാതെ നിറഞ്ഞുപോയി തൻ്റെ സുഹൃത്തിനെ സ്വീകരിച്ചപ്പോൾ. കാരണം എന്താ? ഭക്തൻ അത്ര കണ്ട് ഭഗവാന്റെ ഹൃദയത്തെ വശീകരിക്കുന്ന, അല്ലെ ഭക്തൻ്റെ മുന്നിൽ ഭഗവാൻ ദുർബലനായി മാറും. അപ്പം ഭക്തന് ഏറ്റവും ഉന്നതമായ സ്ഥാനം കൽപ്പിക്കുന്ന ആ ഭാവമാണ് അവിടെ. അതുകൊണ്ട് പറയും ഭക്തൻ്റെ ദാസനാണ് ഭഗവാൻ. നമ്മളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഭഗവാന്റെ ദാസനാണെന്ന്. ഇവിടെ നേരെ മറിച്ച് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ഭക്തൻ്റെ ദാസനാണ് ആര്? ഭഗവാൻ.
അതിനുള്ള അനവധി ഉദാഹരണങ്ങൾ ഭഗവാന്റെ കൃഷ്ണചരിത്രത്തിൽ കാണാം. അംബരീഷൻ്റെ അടുത്തിൽ തൻ്റെ സുദർശന ചക്രം വിട്ടുകൊടുത്തിട്ട് ഭഗവാൻ ദുർവാസാവിനോട് പറയുന്നുണ്ട്, എൻ്റെ ചക്രം എനിക്ക് പോലും പിൻവലിക്കാൻ സാധിക്കില്ല. ആർക്കേ പറ്റൂ? അംബരീഷനെ പറ്റൂ അല്ലേ? കുചേലൻ വരുന്ന സമയത്ത് ആ കുചേലൻ്റെ പാദങ്ങൾ കഴുകിയ തീർത്ഥമെടുത്ത് സ്വന്തം ശിരസിൽ അണിയുന്ന അവസ്ഥയൊക്കെ അങ്ങനെ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. പറ്റുന്നത് ത്രിപുരന് മാത്രമേ പറ്റൂ. ആരാ? ശിവന് മാത്രമേ പറ്റൂ. അതുകൊണ്ട് ശിവനെ പോയി കാണാൻ പറഞ്ഞു. എന്നിട്ട് ദേവന്മാരോട് പറഞ്ഞു, ഇവിടെ വിഷ്ണുവിലും ഈ വിഷ്ണുവായ എന്നിൽ നിന്നുള്ള അംശമാണ് ആരിലുള്ളത്? ശംഖചൂടനുള്ള. ശംഖചൂടനൊരു കവചമുണ്ട്, ഞാൻ കൊടുത്തിട്ടുള്ളൊരു കവചം ഉണ്ട്. അതുള്ളിടത്തോളം കാലം അദ്ദേഹത്തിനെ വധിക്കാൻ സാധിക്കില്ല. രണ്ടാമത് ബ്രഹ്മദേവൻ കൊടുത്തൊരു വരമുണ്ട്. ആർക്ക്? തുളസിക്ക്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്. ആ തുളസിക്ക് പാതിവൃത്യം ഉള്ളിടത്തോളം കാലവും തുളസിക്ക് ദുഃഖം ഉണ്ടാകുന്നൊരു കാര്യം സംഭവിക്കില്ല. അതായത് ശംഖചൂടനെ നിഗ്രഹിക്കാൻ സാധിക്കുകയില്ല. ഈ കാര്യം കൂടി ശിവനോട് ഉണർത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ ശിവനോട് ഇന്ന് കാര്യം പറഞ്ഞു. ശിവൻ എന്തായാലും ഈ കർമ്മം ഏറ്റെടുത്തു. കാരണം ദേവന്മാർക്ക് വേണ്ടി ആരെങ്കിലും ഒരാൾ ഏറ്റെടുക്കണമല്ലോ. സാധാരണഗതി ദേവന്മാരുടെ കർമ്മം ഏറ്റെടുക്കുന്ന വിഷ്ണുവാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പോൾ വിഷ്ണു അതിൽ നിന്ന് ഒഴിഞ്ഞു. അപ്പോൾ പക്ഷേ വിഷ്ണു ഭഗവാന് വേണ്ടിയിട്ട് ഒരു ത്രിശൂലം ആര് കൊടുത്തു? വിഷ്ണു കൊടുത്തു. തൻ്റെ സുദർശന ചക്രത്തിൻ്റെ ശക്തിയും കൂടി ചേരുന്ന ഒരു ത്രിശൂലം തന്നെ മഹാദേവന് കൊടുക്കുകയും ചെയ്തു. ഈ ത്രിശൂലമൊക്കെ ധരിച്ചുകൊണ്ട് മഹാദേവൻ സർവ്വസൈന്യത്തോടു കൂടിയാണ് പോകുന്നത്. അവിടെ ഭദ്രകാളിയുണ്ട്, വീരഭദ്രനുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്. എല്ലാവരുമായിട്ട് ചേർന്നിട്ടാണ് നേരെ യുദ്ധത്തിന് ചെല്ലുന്നത്. നേരെ തയ്യാറായി ചെന്നു. ഒരു ദൂതനെ വിട്ടു ശംഖചൂടൻ്റെ അടുത്തേക്ക്. ദൂതനെ വിട്ടിട്ട് പറഞ്ഞു, ചിത്രഗുപ്തൻ എന്ന് പറയുന്ന ദൂതനെ വിട്ടു. ആ ദൂതനോട് പറഞ്ഞു വിട്ടു, ഇവിടെ സാക്ഷാൽ ശിവഭഗവാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് യുദ്ധം ചെയ്തതെന്ന് വെച്ചാൽ ദേവന്മാരിൽ നിന്ന് കുറേ സമ്പത്തും അവരുടെ കൊട്ടാരമൊക്കെ പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേവലോകവും ദേവലോകത്തു നിന്ന് നേടിയിട്ടുള്ള സർവ്വസാധനങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്താൽ യുദ്ധം ചെയ്യില്ല. അത് മാത്രമേ ഉള്ളൊരു ഉപാധി എന്ന് പറഞ്ഞിട്ടാണ് ദൂതനെ വിട്ടത്. ദൂതൻ ചെന്ന് ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ശംഖചൂടനോട് പറഞ്ഞു, ഹേ ശംഖചൂട, ഇതാ സാക്ഷാൽ മഹാദേവൻ സൈന്യസമേതം വന്നിട്ടുണ്ട്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം, എന്തൊക്കെയാണോ ദേവലോകത്തു നിന്ന് അപഹരിച്ചിട്ടുള്ളത് അതെല്ലാം എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കുക. അതൊന്നും നിനക്ക് അർഹതപ്പെട്ടതല്ല, അതുകൊണ്ട് തിരിച്ചു കൊടുക്കണം. ദേവലോകവും തിരിച്ചാരെ ഏൽപ്പിക്കണം? ദേവന്മാരെ ഏൽപ്പിച്ചിട്ട് നീ തിരികെ പൊയ്ക്കോളുക. നിന്നെ കൊല്ലാനൊന്നുമല്ല, നീ തിരിച്ച് പൊയ്ക്കോളുക. ഇവിടെ എന്തിനാണ് ശിവൻ ഇങ്ങനെ ഒരു കാരുണ്യം കാണിച്ചാൽ വിഷ്ണുവിനോടുള്ളൊരു സ്നേഹം കൂടെ പ്രകടിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ തിരിച്ചു പോകാൻ പറഞ്ഞു. പക്ഷേ ആസുരിക ഭാവത്തിലിരിക്കുന്ന ശംഖുചൂടൻ ഇതിനെ ഉൾക്കൊണ്ടില്ല. ശംഖുചൂടൻ പറഞ്ഞു, തിരിച്ചു പോകാൻ പറയാനുള്ള ആളൊന്നുമല്ല ശിവൻ. പിന്നെ ശിവന് യുദ്ധം ചെയ്യാനാണ് വന്നതെങ്കിൽ എന്ത് ചെയ്യട്ടെ? യുദ്ധക്കളത്തിൽ വെച്ച് കാണാം. വേറെ ഒന്നും പറഞ്ഞില്ല, യുദ്ധക്കളത്തിൽ വെച്ച് കാണാം. അങ്ങനെ അടുത്ത ദിവസം യുദ്ധക്കളത്തിലേക്ക് ശംഖചൂടനും സൈന്യമായിട്ട് വന്നു. മുഖാമുഖം നിൽക്കുന്ന സമയത്തും ശിവൻ പറഞ്ഞു, ശംഖചൂട, യുദ്ധം ഒഴിവാക്കുക, നീ തിരിച്ചു പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ ശംഖചൂടൻ പറഞ്ഞു, അത് എന്നോട് പറയുന്നതിനേക്കാളും നല്ലത് അങ്ങയോട് തന്നെ പറയുന്ന നല്ലത്. യുദ്ധം ചെയ്യാൻ വന്നതാരാ? അങ്ങല്ലേ. യുദ്ധം ചെയ്യാനായിട്ട് വന്ന അങ്ങല്ലേ യുദ്ധം ഒഴിവാക്കണമെങ്കിൽ വരാതിരിക്കണമായിരുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങ് തിരിച്ചു പോകാൻ പറഞ്ഞു. ഞാനല്ല തിരിച്ചു പോകേണ്ടതെന്ന്, ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് നേടിയതാണിതെല്ലാം അല്ലേ? ദേവന്മാരെ അടിച്ചോട്ടിച്ചിട്ടൊക്കെ നേടിയതാണ്. അപ്പോൾ എൻ്റെ ശക്തി കൊണ്ട് നേടിയതാണ്. അത് മുഴുവൻ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകണം എന്ന് പറയുന്നത് എന്താ? പിന്നെ അത് മാത്രമല്ല, അങ്ങ് എന്തൊരു ധർമ്മമാണ് ചെയ്യുന്നത്? ഞങ്ങൾ രണ്ട് കൂട്ടരും ഒരച്ഛൻ്റെ മക്കളാണ്. ഞങ്ങൾ സഹോദരന്മാരുടെ ഇടയിൽ സമ്പത്ത് തർക്കം വന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ചെന്നും പറഞ്ഞ് ഇത് രണ്ടിലും പെടാത്ത അങ്ങ് വന്നിട്ട് എന്തിനാണ് ഒരു കൂട്ടരുടെ ഭാഗം വാദിക്കാൻ വരുന്നത്? മനസ്സിലല്ലേ? ശംഖുചൂടൻ ചോദിക്കുന്ന ചോദ്യത്തിന് അർത്ഥം എന്താ? അസുരന്മാരും ദേവന്മാരും യഥാർത്ഥ കശ്യപ പ്രജാപതിയുടെ മക്കളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെയും മക്കളായിട്ട് ജനിച്ചവർ തമ്മിൽ സ്വത്ത് തർക്കം വരുമ്പോൾ അയലത്തുകാരൻ വന്നിട്ട് ഏതെങ്കിലും ഒരാളുടെ സൈഡ് പറയേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ശിവനോട് ചോദിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് അങ്ങ് വലിയ ധർമ്മിഷ്ഠനൊന്നും അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങ് ധർമ്മത്തെ സ്ഥാപിക്കാനാണ് വന്നതെങ്കിൽ അങ്ങ് എന്തിനാണ് അധർമ്മമായിട്ട് ഒരാളുടെ പക്ഷം പിടിക്കുന്നതെന്ന് ചോദിച്ചു. ഇപ്പോൾ ശിവൻ പറഞ്ഞു, ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി ചിലപ്പോൾ ചെയ്യുന്ന ധർമ്മം അധർമ്മമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടാം. അതുകൊണ്ട് ധർമാധർമ്മങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സ്ഥലമൊന്നുമല്ല ഇവിടെ. ഇവിടെ മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി നീ ഇവിടം കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കാൻ തയ്യാറായില്ല. ഇവർ തമ്മിലുള്ള യുദ്ധമായി, അങ്ങോട്ടും ഇങ്ങോട്ടും അതിഘോരമായ യുദ്ധമായി. ഈ യുദ്ധത്തിനിടയിൽ സുബ്രഹ്മണ്യനൊക്കെ പേടിച്ച് ഓടേണ്ട അവസ്ഥ വന്നു. ഭദ്രകാളിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. വീരഭദ്രനെയൊക്കെ തന്നെ യുദ്ധക്കളത്തിൽ മൂർച്ഛിച്ച് വീണു. അങ്ങനെ അതിഘോരമായ യുദ്ധം നടന്നു. ഭഗവാൻ തൻ്റെ ശൂലം വരെ എടുത്ത് പ്രയോഗിച്ചിട്ട് പോലും ആ ശൂലം വരെ നിഷ്ഫലമായി പോകാൻ തുടങ്ങി. എന്താണ് കാരണമെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ സാക്ഷാൽ നാരായണൻ ശിവഭഗവാന് കൃത്യമായ ഉപദേശം കൊടുത്തു. ഹേ മുരാരേ, അങ്ങ് വിചാരിക്കുന്നത് പോലെ ത്രിപുരാന്തകാരിയായ സാക്ഷാൽ കൈലാസനാഥ, ഇവിടെ
തുളസിയുടെ പാതിവൃത്യമുള്ളിടത്തോളം കാലം ആരെ വധിക്കാൻ സാധിക്കില്ല? ഞാൻ കൊടുത്ത കവചം ഞാൻ ഇനി തിരിച്ചെടുത്തോളാം, മനസ്സിലായില്ലേ? ആ കവചം ഞാനിഞ്ഞ് മാറ്റിക്കോളാം. പക്ഷേ തുളസിയുടെ പാതിവൃത്യം മാറ്റാൻ എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റില്ല. തുളസിയുടെ പാതിവൃത്യം ഉള്ളിടത്തോളം കാലം ആർക്കും മരണം ഉണ്ടാവില്ല, ശംഖുചൂടന് മരണം ഉണ്ടാവില്ല. അപ്പോൾ ശിവൻ ചോദിച്ചു, അത് പിന്നെ എന്താണ് പരിഹാരം? പിന്നെ ആകെയുള്ളൊരു പരിഹാരം, തുളസി മനസ്സുകൊണ്ട് എന്നെ വരനാക്കാൻ ആഗ്രഹിച്ച ഒരാളായതുകൊണ്ട് തുളസിയുടെ പാതിവൃത്യത്തിൽ ഞാൻ കടന്നു കയറുന്നത് വലിയ തെറ്റല്ല, അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി തയ്യാറാവാം എന്ന് പറഞ്ഞു. ഇങ്ങനെ അടുത്ത ഘട്ടത്തിലെ യുദ്ധത്തിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് ഇവിടെ ഭഗവാൻ വിഷ്ണു ആകട്ടെ ശംഖുചൂടൻ്റെ രൂപം ധരിച്ചിട്ട് യുദ്ധം ജയിച്ചു വരുന്ന ഭാവേന എവിടേക്ക് വന്നു? തുളസിയുടെ അടുത്തേക്ക് വന്നു, കൊട്ടാരത്തിലേക്ക് വന്നു. തുളസി ആകട്ടെ യുദ്ധക്കളത്തിലേക്ക് പോയ ഭർത്താവിനെ കാത്തിരിക്കുകയാണ്. വ്രതശുദ്ധിയോടുകൂടി ഭർത്താവിൻ്റെ വിജയം ആഗ്രഹിച്ചിരിക്കുക. ആ സമയത്താണ് യുദ്ധം ജയിച്ചു വരുന്ന ഭേരിയോടുകൂടി ആഹ്ലാദത്തോടുകൂടി ആര് വരുന്നത്? ഇവിടെ ഭഗവാൻ ഇവിടെ ആരുടെ വേഷത്തിൽ? ശംഖുചൂടൻ്റെ വേഷം ധരിച്ച് കടന്നു വരുന്നത്. ശംഖുചൂടൻ്റെ വേഷം ധരിച്ച് ഭഗവാനാണ് വന്നതെന്ന് പെട്ടെന്ന് യുദ്ധം ജയിച്ച് തൻ്റെ ഭർത്താവ് വരുന്നു എന്ന ആ മനോഭാവത്തിനൊന്ന് വിധേയമായതുകൊണ്ട് ഇത് ഭർത്താവല്ല എന്ന് ചിന്തിക്കാനുള്ള സമയം കിട്ടിയില്ല. നേരെ ഭർത്താവിനെ ഓടി വന്ന് വാരി പുണർന്നു. മനസ്സിലായില്ലേ? വാരി പുണർന്ന ആ നിമിഷം കൊണ്ട് തന്നെ തുളസിയുടെ പാതിവൃത്യത്തിൻ്റെ ശക്തി അവിടെ ഇല്ലാണ്ടായി. കാര്യം വാരി പുണർന്ന സമയത്ത് തന്നെ ഉള്ളിൽ കാമവാസന വന്നു, ഭർത്താവിനോടുള്ള ആ സ്നേഹപ്രകടനം ഉള്ളിൽ ഉദിച്ചു. അതോടുകൂടി ആ വ്രതത്തിൻ്റെ നിഷ്ഠയിൽ ആ പരപുരുഷനെ സ്പർശിച്ചു. എങ്ങനെ? കാമഭാവത്തോടെ സ്പർശിച്ചു എന്നൊരു തലം വന്നപ്പോൾ തന്നെ എന്ത് പറ്റി? ആ പാതിവൃത്യം അവിടെ ക്ഷയിച്ചു. ഈ സമയം നോക്കി, ഈ തക്കതായ സമയം നോക്കി അവിടെ സാക്ഷാൽ മഹാദേവൻ തൻ്റെ തൃശൂലം സുദർശന ചക്രശക്തിയോടുകൂടി എവിടേക്ക് പ്രയോഗിച്ചു? ഇവിടെ ശംഖുചൂടന് നേരെ പ്രയോഗിച്ചു. അത്യുജ്വലമായി കടന്നു വരുന്ന ആ തൃശൂലം കണ്ടപ്പോൾ ശംഖുചൂടന് കാര്യം മനസ്സിലായി, ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം വിഷ്ണുവിൻ്റെ വൈഭവം കൂടി ഉള്ളതുകൊണ്ടാണ് തനിക്ക് നേരെ ഈ ശൂലം ഇങ്ങനെ ഇനി കടന്നു വരുന്നത്. അതുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളൊക്കെ മാറ്റി സാക്ഷാൽ നാരായണൻ്റെ ഇച്ഛ എന്തു തന്നെ ആയിക്കോട്ടെ അത് നടക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടൊരു പരമഭക്തൻ്റെ ഭാവത്തിലേക്ക് ആര് മാറി? ശംഖുചൂടൻ നിമിഷം കൊണ്ട് മാറി. ആ ശംഖുചൂടൻ കൈകൾ കൂപ്പി ആ ഭഗവാൻ വിഷ്ണുവിൻ്റെ ചൈതന്യം ശിവൻ പ്രയോഗിച്ചു എന്നുള്ള വരുന്നത് വിഷ്ണു ദത്തമായ വേലാണ്. ആ തൃശൂലത്തെ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തെ ഭസ്മീകരിച്ച് ഉപേക്ഷിച്ചു. ആത്മാഹുതി ചെയ്തു ഭഗവാന് മുന്നിൽ തൻ്റെ ആത്മസമർപ്പണം. ഭഗവാനെ, ഞാൻ നിൻ്റെ മുന്നിൽ അല്ലേ, നിൻ്റെ മുന്നിൽ ഞാൻ പൂർണ്ണ സമർപ്പിതമാണ് എന്ന് ആ വിഷ്ണുവിൻ്റെ മുമ്പിലേക്ക് ഭഗവാൻ ശംഖുചൂടൻ സമർപ്പിതമായി തീർന്നു. അങ്ങനെ ശംഖുചൂടൻ്റെ വധം കഴിഞ്ഞു. ഇതേ സമയത്ത് തന്നെ തുളസി ഈ തൻ്റെ ഭർത്താവല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്തു. ആരാണ് തന്നെ ഈ ചതിയിൽപ്പെടുത്തിയത് എന്ന് ചിന്തിക്കുന്ന സമയത്ത് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്തിനാണ് നിങ്ങൾ ഈ കൊടുംചതി ചെയ്തത്? പാതിവൃത്യത്തോടിരിക്കുന്ന ഒരു സ്ത്രീയായ എന്നെ നിങ്ങൾ ഇങ്ങനെ കാണിച്ചതിലുള്ള മഹാപാതകം നിങ്ങൾ ആലോചിച്ചില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശഹാരിച്ചു. ഈ ശഹാരം കേൾക്കുന്ന സമയത്ത് ഭഗവാൻ പറയും, ഞാൻ നീ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് തപസ് ചെയ്ത് നീ നേടാൻ ആഗ്രഹിച്ച സാക്ഷാൽ കൃഷ്ണസ്വരൂപനായ നാരായണൻ തന്നെയാണെന്ന് പറഞ്ഞ് ഭഗവാൻ തൻ്റെ ദർശനത്തെ തുളസിക്ക് കാട്ടിക്കൊടുത്തു. ഈ ദർശനം കിട്ടിയെങ്കിലും തുളസിക്ക് തൻ്റെ ഈ ഒരു ജന്മത്തിൽ ഇങ്ങനെയൊരു ഈ ഒരു ദുഃഖം വന്നതിൻ്റെ ദേഷ്യം കൊണ്ട് ഭഗവാനെ ആ ഭാവത്തെ, ആ സ്നേഹത്തെ ഉൾക്കൊള്ളാതെ ഒന്ന് ശപിച്ചു. നീ ശിലയായി പോട്ടെ എന്ന് തുളസി ഒന്ന് ഭഗവാനെ നോക്കി പറഞ്ഞു. കാര്യം എന്താ? വികാരങ്ങൾക്ക് സ്ഥാനം കൊടുക്കാത്തവനാണല്ലോ ആര്? ശില എന്ന് പറയുന്നത്. വികാരങ്ങളില്ലാത്തതാണ് ശില, അതുകൊണ്ട് ആയിപ്പോട്ടെ എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് തുളസി തൻ്റെ ശരീരത്തെ അവിടെ ഉപേക്ഷിച്ചു. ആ നിമിഷം തന്നെ തുളസി അവിടെ ഗണ്ഡകി എന്നൊരു നദിയായി പരിണമിച്ച് ആ നദിയായിട്ട് ഒഴുകി ഭഗവാൻ ശിലാരൂപത്തിൽ അവിടെ ഗണ്ഡകി നദിയുടെ തീരത്ത് ഭഗവാന്റെ ആ ശിലയായി ഭഗവാൻ മാറി. ആ ശിലയാണ് സാളഗ്രാമം. ആ ഭഗവാന്റെ ആ ശിലയാണ് പിന്നീട് അടർന്നടർന്നിട്ട് ആ വിഷ്ണു ശരീരമായ സാളഗ്രാമമായി നമ്മൾ പൂജാദ്രവ്യങ്ങളിൽ ഏറ്റവും വിഷ്ണുവിൻ്റെ വിഗ്രഹത്തേക്കാൾ ശ്രേഷ്ഠമാണ് ഏത്? സാളഗ്രാമ പൂജ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ മഹാചൈതന്യം നമ്മൾ ചിന്തിച്ചാൽ അത് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ സാളഗ്രാമമാണ്. ആ വിഗ്രഹമില്ലേ, വലിയ വിഗ്രഹം, അതിൻ്റെ ഉള്ളിൽ സാളഗ്രാമമാണ് നിറച്ചിരിക്കുന്നത്. അതാണ് ആ മഹാചൈതന്യം. അങ്ങനെ സാളഗ്രാമം ഭഗവാന്റെ പ്രത്യക്ഷ ചൈതന്യത്തെ നിലനിർത്തുന്ന
ഭഗവാന്റെ നാരായണ രൂപമാണ് സാളഗ്രാമം. അങ്ങനെ ആയിത്തീർന്നു. ഇവിടെ ഭഗവാനാവട്ടെ ഈ തുളസിക്കൊരു അനുഗ്രഹം കൊടുത്തു. സർവപ്രിയമായ കൃഷ്ണരൂപത്തിലാണല്ലോ തുളസി ഭഗവാനെ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ആ കൃഷ്ണസ്വരൂപത്തിന് സർവപ്രിയമായ പത്നിഭാവത്തിൽ നീ എന്നും വിരാജിക്കാനിടയാകട്ടെ. ആ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട പൂജാപുഷ്പമായി ഭക്തൻ തൻ്റെ ഹൃദയകമലത്തോട് ചേർത്ത് പിടിച്ച് ഭക്തി പാരവശ്യം കൊണ്ട് സമർപ്പിക്കുന്ന ആ സമർപ്പണത്തിൽ ഏറ്റവും ഉന്നതമായ സമർപ്പണ തലമായി ഒരു പുഷ്പമായി ആരുണ്ടാവും? തുളസി ഉണ്ടാവും. ഭഗവാന്റെ മാറിടത്തിലേക്ക് വന്നു ചേരാനുള്ള മഹാഭാഗ്യം തുളസി എന്ന നിലയിൽ നീ നേടും എന്നുകൂടി ഭഗവാൻ അനുഗ്രഹിച്ചു. അത്യന്തം ശ്രേഷ്ഠമായ ലക്ഷ്മി ഭാവത്തിൽ, ലക്ഷ്മി തന്നെയാണ് സാക്ഷാൽ അവിടെ തുളസിയായി അവതരിക്കുന്നത്. ആ തുളസി ആ ഉന്നതമായ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പൂജാസ്ഥാനങ്ങളിലും ഏറ്റവും തുളസിക്ക് പകരം വെക്കാനായി മറ്റൊന്ന് ഇല്ല. ഭഗവാന് അത്രയും ശ്രേഷ്ഠമായ ആ ഭാവത്തിലേക്ക് തുളസിയുടെ സ്ഥാനത്തെയും കൽപ്പിക്കുന്ന ആ ചരിതത്തിൽ സാക്ഷാൽ ലക്ഷ്മി ദേവിയായി കണ്ട് തുളസിയെ നമ്മൾ പരിപാലിക്കണം. അതുകൊണ്ടാണ് പണ്ട് ഒക്കെ കാലത്തൊക്കെ നമ്മുടെ വീടുകളിലും അറിവുള്ള ആൾക്കാരും വീട്ടിൽ തുളസി വീടിൻ്റെ മുന്നിൽ തന്നെ. കാരണം രാവിലെ തുളസിയെ കണി കാണുക എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തെ കണി കാണുന്നത് പോലെ. നമ്മൾ ഈ വിഷുവിന് കണി കാണില്ലേ അല്ലേ? ഭഗവാന്റെ സർവ്വവിധമായ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ച്, വിഭവങ്ങളൊക്കെ ഒരുക്കി വെച്ച്, ഇത്രയും വിഭവങ്ങൾ ഒരുക്കേണ്ട ആവശ്യം പോലും ഇല്ല ആരെ കണി കണ്ടാൽ തുളസിയെ. കാരണം തുളസി ലക്ഷ്മി ദേവിയാണ്. എല്ലാ ഐശ്വര്യങ്ങളും ഒരുപോലെ വഹിക്കുന്നതാണ് തുളസി. അതുകൊണ്ടാണ് നമ്മളെ വീടിൻ്റെ മുന്നിൽ തന്നെ വാതിൽ തുറന്ന് ആദ്യത്തെ സൂര്യനെ കാണുന്ന സമയത്ത് ആദ്യത്തെ കണിയിൽ എന്താ കാണുന്നത്? തുളസിയാണ്. ആ മംഗളകരമായ തുളസിയിൽ പ്രദോഷത്തിലും പ്രഭാതത്തിലും പ്രഭാത പ്രദോഷങ്ങളിലൊക്കെ വിളക്ക് കത്തിച്ച് തുളസിയെ പ്രദക്ഷിണം ചെയ്യുന്നത് സർവ്വവിധമായ രോഗവിനാശനത്തിനും ആരോഗ്യവർദ്ധനത്തിനും ഭഗവത് ചിന്തയ്ക്കും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയൊക്കെ ദുഃഖങ്ങളെ അകറ്റാനുമൊക്കെ സർവ്വ ഐശ്വര്യങ്ങളെ നേടിത്തരുന്ന സിദ്ധിയിലേക്ക് നമ്മളെ ആരെത്തിക്കും? തുളസി എത്തിക്കും. ആ ലക്ഷ്മി പൂജയായി കണ്ട് തുളസിയെ പൂജിക്കാൻ നമുക്ക് സജ്ജനങ്ങൾക്ക് സാധിക്കണം.